Hi students, good morning all of you. Welcome back to my video class. Today discuss one important points. That important point in any triangle, all the median intersect at a single point. Medians intersect at a single point, one point. And that point divides such median. അങ്ങനെയുള്ള പോയിന്റ് മീഡിയന് ഡിവൈഡ് ചെയ്യണം ഇൻ ദ റേഷ്യോ 2:1 മെഷേർഡ് ഫ്രം ദ വെർട്ടെക്സ്. ഒരു വെർട്ടെക്സ് നിന്ന് മെഷർ ചെയ്യണം, എവിടെന്നെങ്കിലും മെഷർ ചെയ്യില്ല, അതിൻ്റെ വെർട്ടെക്സ് നിന്ന് മെഷർ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇതിൽ കുറേ അറിയാത്ത കാര്യങ്ങൾ കണ്ടു. മീഡിയൻ ട്രയാങ്കിൾ അറിയാം, ഓൾ ദ മീഡിയൻ. മീഡിയൻ അറിയണ്ടേ, എന്താണ് മീഡിയൻ? നിങ്ങൾ പഠിച്ചു സർക്കിൾ എന്ന ചാപ്റ്ററിൽ ഒരു ട്രയാങ്കിളിന്റെ സൈഡ് ബൈസെക്ടേഴ്സ് വരച്ചപ്പോൾ, അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചപ്പോൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു. ആ മീറ്റ് ചെയ്ത പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? സർക്കിൾ വരയ്ക്കാൻ പഠിച്ചിരുന്നോ? ഒരു ട്രയാങ്കിൾ എടുക്കുക, ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക? മോർ ദാൻ ഹാഫ് എടുത്തിട്ട് മുകളിൽ താഴെ ആർക്ക് കട്ട് ചെയ്തൊരു ലൈൻ വരയ്ക്കുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിരുന്നു. അതിനെ 2 സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ 3 സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാലും അത് ഏത് കൂടെ തന്നെ പോകും? ആ പോയിന്റ് കൂടെ പോകും. അങ്ങനെ അത് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സ് കൂടെ പോകും. ആ സർക്കിളിന് സർക്കിൾ എന്നും മീറ്റ് ചെയ്യുന്ന സിംഗിൾ പോയിന്റിനെ സർക്കം സെന്റർ എന്നും പറഞ്ഞു. അപ്പൊ സർക്കം സെന്റർ സൈഡ് ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ സൈഡ് ബൈസെക്ടർ എന്നൊന്നും പറയണില്ല. അപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്നതും ഒരു സിംഗിൾ പോയിന്റിലാണ്. സൈഡ് ബൈസെക്ടർ ഓഫ് എ ട്രയാങ്കിൾ മീറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ്, അതൊരു പോയിന്റാണ്. പക്ഷെ അത് നമ്മൾ കണ്ടുപോയി പഠിച്ചു കഴിഞ്ഞ കാര്യം. ഇനി നമുക്ക് അടുത്ത് പറയാം മീഡിയനാണ്. മീഡിയൻ എന്ന വേർഡിൽ തന്നെ ഉണ്ട് മിഡ് പോയിന്റ്സ് എന്ന് കൂടെ വരയ്ക്കാം എന്ന്. ഇവിടെ പെർപെൻഡിക്കുലർ ആയിക്കോണമെന്നില്ല, മിഡ് പോയിന്റ്സ് കൂടെ വരച്ചാൽ മതി. അപ്പൊ ഒരു ട്രയാങ്കിൾ, ഞാൻ ട്രയാങ്കിൾ ഇവിടെ നേരത്തെ മിഡ് പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഇപ്പൊ ABC എന്നൊരു ട്രയാങ്കിൾ എടുത്തു. അതിന്റെ മിഡ് പോയിന്റ്സ് PQR എന്ന് പറഞ്ഞു. അതായത് A എന്ന വെർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് വരച്ചു. അതുപോലെ B എന്ന സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു. അതേമാതിരി സിയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചു. അങ്ങനെ വരച്ചാലും പെർപെൻഡിക്കുലർ ആയിക്കോണമെന്നില്ല, മിഡ് പോയിന്റിലേക്ക് വരച്ചാലും അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാ? സിംഗിൾ പോയിന്റ്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദ മീഡിയൻ ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? A line joined from one vertex to the midpoint of opposite side. പഠിച്ചു വെക്കുക. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ 1 വെർട്ടെക്സ് ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് എന്ത്? മീഡിയൻ. ക്ലിയർ ആയോ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? 3 സൈഡിന്റെ മീഡിയനും വരച്ചാൽ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്തിയ പോയിന്റാണ് സിംഗിൾ പോയിന്റ്. മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും? ഒരു സിംഗിൾ പോയിന്റ് ആയിരിക്കും. അത് നമുക്ക് ക്ലിയർ ആക്കാം. ഇനി അതിലൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ പോയിന്റ് ഡിവൈഡ് സച്ച് മീഡിയൻ. അങ്ങനെ മീഡിയൻ എന്ത് ചെയ്യണ്ട്? ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റേഷ്യോ എന്തായിരിക്കും? 2:1. 2:1. അത് എങ്ങനെയായിരിക്കണം? മെഷേർഡ് ഫ്രം ദ വെർട്ടെക്സ്. വെർട്ടെക്സ് എവിടെയാണോ അവിടുന്ന് മെഷർ ചെയ്യണം. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മെഷർമെന്റ് എന്തായിരിക്കണം? 2:1 ആണ്. അല്ലാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മെഷർ ചെയ്യാൻ പറ്റൂല. വെർട്ടെക്സിന് ഇങ്ങോട്ട് 2:1. അപ്പൊ ഇവിടുന്ന് വെർട്ടെക്സ് എവിടെയല്ല. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 2:1. ഇനി അടുത്ത വെർട്ടെക്സ് ഏതാ? സി അല്ലേ. അപ്പൊ സിന്ന് ഇങ്ങോട്ട് എന്തായിരിക്കും? 2:1. ഇങ്ങനെയൊരു പോയിന്റാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. അപ്പൊ മനസ്സിലായോ? ഇൻ എനി ട്രയാങ്കിൾ ഒന്ന് പറഞ്ഞു നോക്കുക, ശരിയാവുന്ന. ഇൻ എനി ട്രയാങ്കിൾ all the median
intersect at a single point. And that point divides such median in the ratio 2:1 measured from the vertex. Okay, le? ഇനി നമുക്ക് ആ പോയിന്റ്സ് ക്ലിയർ ആയി. ഇനി ആ പോയിന്റ്സ് ഞാൻ നിങ്ങളെ കൊണ്ട് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം വന്നിരുന്നു. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നു. എന്ത് ക്വസ്റ്റ്യനാണ് വന്നത്? പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനാണ് വന്നത്. പ്രൂവ് ദാറ്റ് in any triangle all median of intersect at a single point and that point divides such median in the ratio 2:1 measured from the center എന്ന് പ്രൂവ് ചെയ്യാം. In any triangle prove that all the median intersect. ഇവിടെ നിന്നാണ് തുടങ്ങാം. Prove that in any triangle all the median intersect at a single point and that point divides such median in the ratio 2:1 measured from the vertex എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഒരു ട്രയാങ്കിൾ വരയ്ക്കാണ്. ABC എന്ന ട്രയാങ്കിൾ. നിങ്ങൾക്ക് മിഡ് പോയിന്റ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിഡ് പോയിന്റ്സ് എഴുതാം. PQR തന്നെ വേണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? EFG അത് ഞാൻ ബോർഡിൽ എഴുതുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാം? ട്രയാങ്കിൾ ABC EFG are the midpoints of AC, BC, AB respectively. ആദ്യം ACന്റെ മിഡ് പോയിന്റ് ഇയും BCന്റെ മിഡ് പോയിന്റ് എഫും ABയുടെ മിഡ് പോയിന്റ് ജിയും ആണെന്ന് മാർക്ക് ചെയ്യുക. ജി വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ലെറ്റർ ഡി ആയിക്കോട്ടെ, DEF ആയിക്കോട്ടെ, DEF AB BC അങ്ങനെ സൈഡ്സ് മാർക്ക് ചെയ്ത് വെക്കാം. എന്ത് ചെയ്യാം? സൈഡ്സ് DEF എന്നായിക്കോട്ടെ. എന്ത് ചെയ്യാം? ട്രയാങ്കിൾ ABC EDF അല്ലെങ്കിൽ DEF സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ BC AC AB റെസ്പെക്റ്റീവ്ലി. അത് നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം മിഡ് പോയിന്റ്സ് ആണ്, ഉറപ്പല്ലേ? ഞാൻ എന്ത് ചെയ്യാം? ഈ എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ വരച്ചു, അതായത് AD. അതുപോലെ ബിയിൽ നിന്ന് ഇയിലേക്ക് ഒരു ലൈൻ വരച്ചു. ഇതെന്താണ്? മീഡിയൻ ആണ് അല്ലേ? ഒരു A എന്ന വെർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്നത്, മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണ് ഒരു മീഡിയൻ. B എന്ന വെർട്ടെക്സിന് ഇയിലേക്ക് വരച്ചു. ഇനി മൂന്നാമത്തെ വരയ്ക്കുന്നില്ല, അതുകൊണ്ട് ഡിയും ഇക്ക് പ്രാധാന്യം എഫ് വേണമെന്നില്ല കേട്ടോ. എയിൽ നിന്ന് മിഡ് പോയിന്റ് ആയ ഡിയിലേക്ക് വരച്ചു, AD വരച്ചു. ബിയിൽ നിന്ന് മിഡ് പോയിന്റ് ആയ BE എഴുതാം. കൺസ്ട്രക്ഷനും എഴുതി വെക്കും. ചെയ്തോളൂ അല്ലേ? ട്രയാങ്കിളിന്റെ പേര് എഴുതാം, മിഡ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കുക, വരച്ച കാര്യങ്ങൾ എഴുതി വെക്കുക. AD ആൻഡ് BE ആർ ദ മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ. ഇനി നിങ്ങൾ അടുത്ത കൺസ്ട്രക്ഷൻ, ഈ മിഡ് പോയിന്റ്സ് ഞാൻ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്തു. കൂടാണ്ട് നമുക്ക് ഇവിടെ ഒരു മിഡ് പോയിന്റ് കൂടെ കണ്ടുപിടിക്കും. ഇവിടെ ഒരു പേര് കൊടുക്കണമല്ലോ. നമുക്ക് ജി എന്ന് പേര് കൊടുക്കാം. ഇതിന് ജി ഇട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ ജി എന്ന പേരിട്ടു. ഇവിടെ ഒരു ലൈൻ വരയ്ക്കും. ഇവിടെ മിഡ് പോയിന്റ്സ്, ഈ AGന്റെ മിഡ് പോയിന്റും BGന്റെ മിഡ് പോയിന്റും മാർക്ക് ചെയ്ത് വെക്കുക. രണ്ട് പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുക. ആ പോയിന്റ്സിന് നമുക്കൊരു വേറൊരു പേര് കൊടുക്കാം. Pയും Qന്നും കൊടുക്കാം. ക്ലിയർ ആയോ? ആദ്യം ചിത്രം വരയ്ക്കാം. ചിത്രം വരച്ചത് നമ്മളെ മീഡിയൻ എന്ന കൺസെപ്റ്റാണ്. അതുകൊണ്ട് എയിൽ നിന്നൊരു മീഡിയൻ വരച്ചു, മിഡ് പോയിന്റിലേക്ക് വരച്ചു. ബിയിൽ നിന്ന് മിഡ് പോയിന്റ് വരച്ചു. എന്നിട്ട് ആ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യും.
ജോയിൻ ചെയ്ത് അപ്പം തന്നെ നമുക്കറിയാം ഇ ഡി എന്തായിരിക്കും, തേർഡ് സൈഡിന് പാരലും ഹാഫും ആയിരിക്കും. ഉറപ്പല്ലേ? ആ ഒരു കാര്യം എഴുതി. അപ്പം ബാക്കിയുള്ള എഴുതിയിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാണ്. ഇ ഡി എന്തായിരിക്കും, ഹാഫ് ഓഫ് എ ബി ആണ്. ആൻഡ് ഇ ഡി പാരലൽ എ. ഈ പോയിന്റ് നമുക്കറിയാം. അതായത് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന, അവിടെ വേണമെങ്കിൽ സൈഡിൽ എഴുതി വെക്കാം, മിഡ് പോയിന്റ് തിയറം എന്നാണ് കേട്ടോ ആ തിയറത്തിന് പേര്. ലൈൻ ജോയിൻ ദ മിഡ് പോയിന്റ്സ്, എ ലൈൻ ജോയിൻ ദ മിഡ് പോയിന്റ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഹാഫ് ആൻഡ് പാരലൽ ടു ദ തേർഡ് സൈഡ്. അതിനെ എന്താ പറയാ, മിഡ് പോയിന്റ് തിയറം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ്. മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന പേരൊന്നുമില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേണമെങ്കിൽ പഠിച്ചാൽ മതി. മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലും ഹാഫുമായിരിക്കും. ആ ഒരു പോയിന്റ് എഴുതിച്ചു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ വീണ്ടും ഒരു മിഡ് പോയിന്റ്സ് വരച്ചിട്ടുണ്ട്. ഏതാ ട്രയാങ്കിൾ? ഇത് ഏതാ ട്രയാങ്കിൾ? എ ബി സി. അതുപോലെ അടുത്ത ട്രയാങ്കിൾ എഴുതി പറയാം, എ ബി ജി അല്ലേ നമ്മൾ പറഞ്ഞത്, ജി എന്ന പോയിന്റ് അല്ലേ. അതിൽ ഇതേമാതിരി മിഡ് പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു അത് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെക്കുക. പി ആൻഡ് ക്യു ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ജി ബി ജി എന്ന് എഴുതി വെക്കും. അത് നിങ്ങളുടെ പണിയാണ്, അത് എഴുതി വെച്ചുകൂടാ. പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ജി, ക്യു ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി ജി. എന്നിട്ട് എഴുതാം പി ക്യു ജോയിൻ ചെയ്യും. ആ പി ക്യുവിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ ട്രയാങ്കിളിന്റെ എന്താണത്? മിഡ് പോയിന്റ്സ് ആണ്. മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത ലൈൻ എന്തായിരിക്കും നിങ്ങൾ പഠിച്ചു. ആ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡിന് ഹാഫും പാരലുമായിരിക്കും. അതാണ് പി ക്യു. പി ക്യു എന്തായിരിക്കും? ഹാഫ് ഓഫ് എ ബി യു ആണ്, കൂടാണ്ട് എന്തുമാണ്, പാരലും ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇ ഡി ഏതിന് പാരലാണ്? എ ബിക്ക് പാരലും ഹാഫാണ്. പി ക്യും എ ബിക്ക് പാരലും ഹാഫാണ്. അപ്പൊ എന്തോ ഒരു കാര്യം കിട്ടിയല്ലോ രണ്ടെന്നും കൂടെ. ഈ രണ്ട് കാര്യം നമുക്ക് എന്ത് മനസ്സിലായി? ഇ ഡി ഹാഫ് ഓഫ് എ ബി ആണ്, പി ക്യും ഹാഫ് ഓഫ് എ ബി ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവില്ലേ? രണ്ടും ഈക്വൽ ആവോ? എ ബിന്റെ ഹാഫാണ് ഇ ഡി ആദ്യം പറഞ്ഞു. പിന്നെ ചെറിയ ട്രയാങ്കിൾ എടുത്തപ്പോൾ എ ബിന്റെ ഹാഫാണ് പി ക്യു എന്നും പറഞ്ഞു. കൂടാണ്ട് ഇ ഡി എ ബിക്ക് പാരലാണ്, പി ക്യു എ ബിക്ക് പാരലാണ്. ഇ ഡിയും പാരലാണ്, ഇത് രണ്ടും പാരലാണ്. ഇതിൽ നിന്ന് പറഞ്ഞാൽ മൂന്നും പാരലാണെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ അതായത് ഇത് രണ്ടും പാരലുമായി എന്തായി? ഈക്വലുമായി. അപ്പം ഈ രണ്ട് കാര്യത്തിന് എന്ത് മനസ്സിലായി? ഇ ഡി ഈക്വൽ ടു പി ക്യു ആണ്. ആ പി ക്യു എന്താണ്? ഹാഫ് ഓഫ് എ ബി ആണ്. കൂടാണ്ട് ഇ ഡി പാരൽ ടു പി ക്യു ആണ്. വേണമെങ്കിൽ പാരൽ ടു എ ബി എഴുതും. നമുക്ക് അതൊന്നും വേണ്ട, ഇത് രണ്ടും ഈക്വൽ ആണ്. ഇ ഡി ഈക്വൽ ടു പി ക്യു ആണ്. കൂടാണ്ട് ഇ ഡി പാരൽ ടു പി ക്യു ആണ്. ഈ പോയിന്റ് എന്ത് മനസ്സിലായി? ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലും ഈക്വൽ ആയാൽ അതിന് നമ്മളൊരു പേരിടല്ലോ. ഒരു രണ്ട് സൈഡ്സ് ഈക്വലും പാരലുമാണ്, അത് കൂട്ടി യോജിപ്പിച്ച് എന്ത് ചിത്രമായി മാറും? എന്ത് ചിത്രമായി മാറും? ഒരു പാരലോഗ്രാമായി മാറും. ഓക്കെ അല്ലേ? വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണെങ്കിൽ ആ ഫിഗർ എന്തായി മാറും? പാരലോഗ്രാമായി മാറും. അപ്പൊ നമുക്കതൊന്ന് ജോയിൻ ചെയ്തേക്കാം. ചിത്രത്തിൽ വരച്ചു നോക്കാം. അപ്പൊ നമുക്കൊരു ചിത്രം കിട്ടി. നന്നാക്കി വരച്ച നല്ല പി ക്യു ഡി ഇ എന്തായി മാറി? പി ക്യു ഡി ഇ ഇറ്റ്സ് എ പാരലോഗ്രാമായി. പാരലോഗ്രാം നല്ലൊരു പോയിന്റ് കിട്ടി അല്ലേ? പാരലോഗ്രാം ആണ്. ഇനി പാരലോഗ്രാമിന്റെ പ്രത്യേകത കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താണ് പാരലോഗ്രാം ആയിക്കഴിഞ്ഞാൽ? പാരലോഗ്രാമിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യണ്ടേ? ബൈസെക്ട് ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതൊരു ഡയഗണല്ലേ, ബൈസെക്ട് ചെയ്യൂലേ? അപ്പൊ നമുക്ക് പി ജി എന്തിനോട് ഈക്വലാണ്? ജി ഡിനോട് ഈക്വൽ. കാരണം
പാരലോഗ്രാമിന്റെ അതുപോലെ ഏതും QG GEG ആണ്. ഈ ലെങ്ത്തും ഈക്വൽ ആണ്. അതേമാതിരി ഇതൊക്കെ ഈക്വൽ ആയിരിക്കും. പക്ഷെ നമുക്ക് ഒന്ന് മതി, ഒരു ഇത് മതി. PG ഈക്വൽ ടു GD ആണ്. പക്ഷെ നമുക്ക് അറിയാം ഓൾറെഡി നമ്മൾ PQ മിഡ് പോയിന്റ് ആണ് എടുത്തപ്പോൾ അവിടെ നമുക്കറിയാം APയും PGയും ഈക്വൽ ആവില്ലേ? ഇത് മിഡ് പോയിന്റ് അല്ലേ? അപ്പം APയും PGയും ഈക്വൽ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് PG എന്തിനോട് ഈക്വൽ ആണ്? GDനോട് ഈക്വൽ ആണ്. വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. AP എന്തിനോട് ഈക്വൽ ആണ്? PGനോട് ഈക്വൽ ആണ്. ആ PG GDനോട് ഈക്വൽ ആണ്. PG എന്തിനോട് ഈക്വൽ ആണ്? GDനോട് ഈക്വൽ ആണ്. നമ്മൾ പാരലോഗ്രാം ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ് എടുത്തു. ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് മൂന്നും ഈക്വലായി മാറിയില്ലേ? ഒരു ലൈൻ നോക്കിയാൽ മതി, നമുക്ക് ഒരു മീഡിയം പഠിച്ചാൽ മതി, അതുപോലെ ബാക്കിയാവും. അപ്പൊ ഇത് മൂന്നും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ 1 1 1 അല്ലേ? അപ്പൊ ഇത് ടോട്ടൽ എത്രയും മാറും? 2. അപ്പൊ 2:1 ആയില്ലേ? ഈക്വൽ ആയതുകൊണ്ട് AP അല്ലെ ജിയിലേക്കല്ല വേണം. AG is equal to GD എന്തായി മാറി? 2:1. AG is to GD 2:1. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ വിചാരിച്ചത്. അതുപോലെ വേണമെങ്കിൽ മറ്റൊന്ന് നോക്കാം. നിങ്ങൾക്കറിയാം ഇത് രണ്ടും ഈക്വൽ ആണ്, ഡയഗണൽസ് ഈക്വൽ ആണ്. ഓൾറെഡി Q മിഡ് പോയിന്റ് ആയതുകൊണ്ട് Gക്കും GB ഈക്വൽ ആണ്. അപ്പോഴിവിടെ തുല്യമായി മാറിയില്ലേ? 1:1 ആണ്. ഇപ്പൊ ടോട്ടൽ എത്ര വരും? 2 വരും. 2:1 വരും. 2:1 ആണ്. അപ്പൊ മീഡിയൻസ് ഡിവൈഡ് ചെയ്യുന്ന വെർട്ടെക്സ് മെഷർ ചെയ്യുകയാണെങ്കിൽ 2:1. ഇവിടെ എന്താ? 2:2. അതാണ് നമ്മുടെ പ്രൂഫ്. ഇപ്പൊ പ്രൂവ്ഡ് പറഞ്ഞിട്ട് എഴുതാം. ഇൻ ഓൾ ട്രയാങ്കിൾ all the median intersect at a single point and the point divides such median in the ratio 2:1 measured from the center. അപ്പോൾ ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് മനസ്സിലാവാം. പക്ഷെ ചില കുട്ടികൾക്ക് ഇത് പ്രയാസമാവും. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ടൊന്ന് വീണ്ടും ഒന്ന് കേൾക്കുക. 1-2 പ്രാവശ്യം കേട്ടിട്ട് അത് റെഡിയാക്കി എടുക്കുക. ഓരോ വരിയും പഠിച്ചതിന് ശേഷം മാത്രം പോവുക. പ്രൂഫുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ചും ഓരോ സ്റ്റെപ്പും എന്താണെന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം, അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് അത് റെഡി ആയി എന്ന് തോന്നിയാൽ മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കണ്ട് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് രണ്ടാമത് കാണുമ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കാം. എങ്ങനെയായാലും ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കയറില്ല ഇത് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തു? ഒരു ട്രയാങ്കിൾ എടുത്തു. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ. ഒരു ട്രയാങ്കിൾ എടുത്തു. അതിൻ്റെ മിഡ് പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അത് ജോയിൻ ചെയ്തു. മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് നമ്മൾ പഠിച്ച തിയറം പ്രകാരം ഇതിന് എന്തായിരിക്കും? പാരലലും ഹാഫുമാണ്. അവിടെ വെച്ചു. ഇനി ആ പോയിന്റ് അവിടെ വെച്ചിട്ട് നമ്മളൊരു വേറൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ മിഡ് പോയിന്റ് ആണ് പിയും ക്യൂന്നും എഴുതി വെച്ചോളാന്ന് പറഞ്ഞു. പി മിഡ് പോയിന്റ് ആണെങ്കിൽ അപ്പം തന്നെ AP is equal to PG. അത് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ എഴുതാം. BQ equal to GQ എന്നൊക്കെ എഴുതി വെക്കാം. പക്ഷെ അത് എഴുതുന്തോറും കൂടുതൽ റിസ്ക്. നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രമേ എഴുതി വെച്ചാൽ പ്രശ്നമില്ല. പ്രൂഫ് കൂടുന്നുള്ളൂ. സെയിം ആൻസർ ആണ്. APയും PG ഈക്വൽ ആണ്. BQയും GQ ഈക്വൽ ആണ്. മിഡ് പോയിന്റ് അതാണ്. ആ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ PQ എന്തായിരിക്കും? മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ തേർഡ് സൈഡിന് ഹാഫും പാരലുമാണ്. അങ്ങനെ രണ്ടും കൂടെ നോക്കുക. നല്ല നോക്കുമ്പോൾ ED ഹാഫ് ഓഫ് AB ആണ്, PQയും ഹാഫ് ഓഫ് AB ആണ്. ABന്റെ പകുതിയാണ് ഈ രണ്ട് കാര്യം. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവില്ലേ? അങ്ങനെ എഴുതാനുള്ളൂ. ഈ സ്റ്റെപ്പ് എഴുതാനുള്ളൂ. ED ഹാഫ് ഓഫ് AB ആണ്, PQ ഹാഫ് ഓഫ് AB ആണ്. രണ്ടിൽ നിന്നും കൂടെ ED ഈക്വൽ ടു PQ. അതുപോലെ ED ഹാഫ് പാരൽ ടു AB ആണ്, PQയും പാരൽ ടു AB. ABക്ക് പാരലായ രണ്ട് ലൈൻ വരച്ച് അത് എന്തായാലും പാരലാണ്. അപ്പോൾ പാരലും ഈക്വൽ ആയാൽ നമുക്ക് ഓട്ടോമാറ്റിക് അറിയാം. ചെറിയ ക്ലാസ്സിൽ എഴുതുന്നേ പഠിച്ച കാര്യമാണ്. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരൽ ആണെങ്കിൽ അതെന്തായി മാറും? പാരലോഗ്രാം. അപ്പോൾ പെട്ടെന്ന് എഴുതി വെക്കാം പാരലോഗ്രാം. പാരലോഗ്രാം എന്ന് എഴുതിയാൽ മാത്രം പോരാ,
പാരലോഗ്രാമിന്റെ ഡയഗണലിന്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചാണ്. പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചാണ് 8ാം ക്ലാസ്സിലെ. ഡയഗണൽസ് ബൈസെക്ട് ചെയ്തേക്കും, ഈക്വലായിട്ട് കട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തേ, ഈ പി ജിയും ഡി ജിയും ഈക്വലാണ്. അതുപോലെ ഇതും എഴുതി വെക്കാം. നമുക്ക് ഒന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ അത് എഴുതിയില്ല. നിങ്ങൾക്ക് എഴുതാം. പി ജി ഈസ് ഈക്വൽ ടു ജി ഡി, ക്യു ജി ഈക്വൽ ടു ജി എ എഴുതണമെങ്കിൽ എഴുതും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് രണ്ടും ഈക്വലാണ്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് എ പി പി ജിക്ക് ഈക്വലാണ്, പി ജി ഇപ്പൊ എന്തിനോട് ഈക്വലാണ്, ജി ഡിക്ക് ഈക്വലാണ്. 3 പാർട്ടും ഈക്വലായി മാറും. അതിൽ 2 പാർട്ടും കൂടെ നമുക്ക് 1 ഉം 1 കൂടെ 2 ആയി മാറും. ഇവിടെ വന്നു. അപ്പൊ അതെന്തായി മാറി, 2:1. അങ്ങനെ പറഞ്ഞ് പഠിക്കാം. 2-3 വർഷം മുന്നേ വന്ന ക്വസ്റ്റ്യനാണ്, പിന്നെ വന്നിട്ടില്ല. പക്ഷെ പറയാൻ പറ്റില്ല. നിങ്ങൾ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രൂഫാണ്. കേരള സിലബസ് മാത്രമല്ല CBSEക്കും കൂടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രൂഫാണ്. പഠിച്ചെടുക്കുക, പരീക്ഷയ്ക്ക് വന്നാൽ എഴുതുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ?